ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർക്കാം, വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർക്കാം, വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിയും. നീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിയും. നീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടും നിന്നെ. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടും നിന്നെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാലും കൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിയും. നീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിയും. നീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വരച്ചിടും നിന്നെ. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടും നിന്നെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർക്കാം, വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർക്കാം, വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ജീവവചന ധ്യാന ചിന്തയിലേക്കല്ല പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പുത്രോചിതമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, പിതാവായ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ മനുഷ്യനെ പുത്രനായ ക്രിസ്തുവേശുവാണ് പിതാവുമായി നിരപ്പിച്ചത്. പിതാവിനോടുള്ള പ്രാർത്ഥനയെല്ലാം പുത്രൻ ക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം അർപ്പിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും ഞാനത് ചെയ്തു തരും. എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുക എന്നതാണ്.
യോഗ്യത തിരിച്ചറിയുന്നവർ കർത്താവിന് വിധേയപ്പെട്ടവരായിരിക്കും. വിധേയത്വമുള്ളവർ കർത്താവിന്റെ യോഗ്യതയ്ക്ക് ചേർന്നത് മാത്രമേ അപേക്ഷിക്കുകയുള്ളൂ. അവർ സമ്പൂർണ്ണ സമർപ്പണവും അനുസരണവും വിശ്വാസവും ഉള്ളവരാണെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നത് അവർക്ക് കർത്താവ് ചെയ്തു കൊടുക്കും എന്നാണ് തിരുവചനം വ്യക്തമാക്കിയിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവന്റെ യോഗ്യത സമ്പൂർണ്ണ സമർപ്പണവും അനുസരണവും വിശ്വാസവുമായിരിക്കണം. അപേക്ഷകൻ ചോദിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടാത്ത ഒരു കാര്യവുമായിരിക്കരുത്. അത് വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ കൂടി നാം പഠിക്കേണ്ട കാര്യമാണ്. അനേകർ ഈ വാക്യത്തെ വികലമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ വാക്യത്തിന്റെ അന്തസത്തയിൽ നിന്ന് മാറി ഇതിനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്തും എനിക്ക് ചോദിക്കാം, എന്തും പ്രാർത്ഥിക്കാം. ഞാൻ ചോദിക്കുന്നത് എന്തും ദൈവം തരും. അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്, വചനത്തോടുള്ള തെറ്റായ സമീപനവും. കർത്താവിന്റെ വാഗ്ദത്തത്തിന് ഇന്നും ജീവനുണ്ട് പ്രിയരെ. ആ വാഗ്ദത്തം അവകാശമാക്കുവാൻ യോഗ്യതയുള്ള ഒരു അപേക്ഷകന് ആ വാഗ്ദത്ത പ്രകാരം പിതാവിന്റെ കരത്തെ ചലിപ്പിക്കുവാനാകുന്ന അപേക്ഷ ഉയർത്തുവാനാകും. അവന്റെ നാമത്തിൽ പുത്രൻ മഹത്വപ്പെടേണ്ടതിനു വേണ്ടി അർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന അവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് കർത്താവിന്റെ വാഗ്ദത്ത മൊഴിയിൽ കൂടി നമുക്ക് കർത്താവ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ കർത്താവ് യേശു ക്രിസ്തു പിതാവിനോട് അപേക്ഷിച്ച ഒരു അപേക്ഷയെക്കുറിച്ച് നാം വായിച്ചിട്ടില്ലേ? പുത്രനാം ക്രിസ്തുവിന് പിതാവിൽ നിന്ന് ഒരിക്കലും ഉത്തരം ലഭിക്കാതെ ഇരുന്നിട്ടില്ല. ഉത്തരം ലഭിക്കാത്ത ഒരു അപേക്ഷയും അർപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് അസാധ്യമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവൻ ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്നു. പിതാവിന്റെ മനസ്സ് അറിഞ്ഞ, പിതാവിന്റെ ഹിതം നിറവേറ്റുന്ന പുത്രനും കൂടിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഗത്സമനയിൽ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ഒരു രാത്രിയിൽ അവൻ തന്റെ മനുഷ്യത്വത്തിൽ പ്രാണവേദനയിലായി മുട്ടിന്മേൽ വീണുകൊണ്ട് പിതാവിനോട് അപേക്ഷിച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. പിതാവ് ആ അപേക്ഷ കേട്ടു, ഉത്തരവും അരുളി. എബ്രായലേഖന കർത്താവ് അതിന് മറുപടി എഴുതിയിരിക്കുന്നു. അവന്റെ ഭയഭക്തി മൂലം ഉത്തരമുണ്ടായി എന്നുള്ളതാണത്. പ്രാണവേദനയുണ്ടായതുകൊണ്ടല്ല, പുത്രതുല്യമായ ഭയഭക്തിയാണ് പിതാവിൽ നിന്ന് പുത്രന് ഉത്തരം നേടുവാനായത്. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നതും ഉത്തരം ലഭിക്കുന്നതും അവ വളരെയധികം ശ്രേഷ്ഠകരമായതുകൊണ്ടാണെന്ന് കരുതരുത്. പിന്നെയോ അവ പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിന് യോഗ്യമായതുകൊണ്ടാണ്. ഉത്തരം ലഭിക്കുവാൻ യോഗ്യമായ പ്രാർത്ഥനകൾ നാം പുത്രന്റെ നാമത്തിൽ ഉയർത്തുവാൻ സമ്പൂർണ്ണ സമർപ്പണവും ദൈവത്തിൽ വിശ്വാസമുള്ളവരുമാണെങ്കിൽ പിതാവിങ്കിൽ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് നമുക്കത് ചെയ്തു തരും. ഭയഭക്തിക്ക് വിപരീതമായ ഒരു അപേക്ഷയ്ക്കും ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ അപേക്ഷകൾ പുത്രോചിതമായിരിക്കണം എന്ന തിരിച്ചറിവ് ഉള്ളവരായിരിക്കണം ദൈവമക്കളായിരിക്കുന്ന എല്ലാ വിശ്വാസികളും. ഹൃദയശുദ്ധിയോടും പൂർണ്ണ വിശ്വാസത്തോടും പുത്രന്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടണം. അല്ലാത്ത പക്ഷം നമുക്ക് ഉത്തരം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നെങ്കിൽ നമ്മുടെ ഹൃദയശുദ്ധിയും വിശ്വാസവും ശോധന ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നും കൂടി നാം തിരിച്ചറിയുക. ഭയഭക്തിയോടെയും ഹൃദയശുദ്ധിയോടെയുമുള്ള ഒരു പ്രാർത്ഥനയും ദൈവത്തിന് കേൾക്കാതിരിക്കുവാനും ഉത്തരം അരുളാതിരിക്കുവാനും സാധ്യമല്ല. ചില നേരങ്ങളിലെ ചില പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം അരുളുന്നില്ല. കാരണം ദൈവം അത് കേൾക്കുന്നില്ല. കാരണം അത് പുത്രോചിതമായ പ്രാർത്ഥനയല്ല. ചിലപ്പോൾ അവിശ്വാസത്തിൽ നിന്നോ മത്സര മനോഭാവം കൊണ്ടോ അല്ലെങ്കിൽ കയ്പിന്റെ അനുഭവത്തിൽ നിന്നോ ഒക്കെയുള്ള പ്രാർത്ഥനകളാകാം അത്.
യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. കുടപ്പുറപ്പുകളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക, വിശ്വസിക്കുക. ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രതീക്ഷിക്കണം. ഭക്തന്റെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകാൻ ദൈവം കാത്തിരിക്കുന്നുണ്ട്. ഭയഭക്തിയോടെയുള്ള പ്രാർത്ഥന ഒന്നും പാഴല്ല. പുത്രന്റെ നാമത്തിൽ പുത്രോചിതമായ പ്രാർത്ഥനകൾ ഉയർത്തുകയും ഭയഭക്തിയാൽ ഉത്തരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നവരായി, ദൈവനാമത്തിന് മഹത്വം അർപ്പിക്കുന്നവരായി ജീവിക്കുവാൻ നമ്മേവരെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ വായിച്ച് കേട്ട് ധ്യാനിച്ച് ബലം കൈക്കൊള്ളുവാൻ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാണ് കർത്താവ് കേൾക്കുന്നത്, ഏതിനാണ് മറുപടി ലഭിക്കാതെ പോകുന്നത് എന്നൊക്കെ തിരിച്ചറിയുവാൻ തിരുവചനത്തിന് വിളിച്ചത് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അനുഭവങ്ങൾക്കായി, അവസരങ്ങൾക്കായി, വചനങ്ങൾക്കായി, ഉപദേശങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകലിലും വചനം കേട്ട് സമർപ്പിച്ച വിശ്വാസമുള്ളവരായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരണമേ. ദൈവകൃപയാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രോചിതമായ പ്രാർത്ഥനകൾ ഉയർത്തുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. അതിനുള്ള പരിശീലനം ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാണ് കർത്താവ്. ഇന്ന് പകൽ ചില മറുപടികളും വിടുതലുകളും ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയുടെ ഹിതമെങ്കിൽ ഞങ്ങൾക്ക് നൽകി തരണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പശ്ചാത്തലം തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും, തീച്ചുളവിൽ നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും, തീച്ചുളവിൽ നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വരച്ചിടും നിന്നെ. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടും നിന്നെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ മണ്ണിപ്പടായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ മണ്ണിപ്പടായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ